മലപ്പുറത്തെ വിജയ് ശ്രീ പി.ടി. മുഹമ്മദ് ബഷീറാണ് നമ്മോടൊപ്പം ചേരുന്നത്. വലിയ വിജയം, റെക്കോർഡുകൾ മറികടക്കുന്ന വിജയം പ്രതീക്ഷിച്ചിരുന്നു. ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന പ്രതീക്ഷ, നല്ല ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എല്ലാ റെക്കോർഡുകളെയും ഭേദിക്കുന്ന വിജയമാണ്. വലിയ സന്തോഷമുണ്ട്. പാർട്ടി അർപ്പിച്ച വിശ്വാസത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ഞാൻ മീറ്റിങ്ങിൻ്റെ ചുമതലയെടുത്ത സമയത്ത് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ വീണ്ടും പാർലമെന്റിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ കാലത്തൊക്കെ വർക്ക് ചെയ്തതിനേക്കാൾ ഭംഗിയായിട്ട് കൂടുതൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കും. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്, നമ്മൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അതിനനുസരിച്ച് പരമാവധി വർക്ക് ചെയ്യും. രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് പാഠങ്ങൾ എഴുതുന്നുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റിൽ NDA അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ മുന്നണി അതിൻ്റെ ലാസ്റ്റ് ഫിഗർ വന്നില്ല. ഏതായിരുന്നാലും ശരിയൊരു കാര്യം വ്യക്തമാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണെങ്കിൽ പണ്ടത്തെ മാതിരി കുതന്ത്രങ്ങൾ നടത്താൻ കഴിയില്ലെന്നും ജനാധിപത്യ മതേതര സങ്കല്പങ്ങളെ ചവിട്ടി മതിക്കാൻ ഒക്കില്ലെന്നും അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മുട്ട് വിറക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ സാങ്കേതികമായിട്ട് ആര് ജയിച്ചാൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നരേന്ദ്രമോദി ഗവൺമെൻറ് തെറ്റായ നയങ്ങൾക്ക് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ്. ജനാധിപത്യത്തിൻ്റെ മറ്റൊന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുപാട് കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. എന്തിന്? കോൺഗ്രസിനോട് അന്ധമായി വിരോധം വെച്ചിട്ട് അതിലൂടെ BJPയെ വളർത്താൻ. ആ അജണ്ടയ്ക്ക് കൂട്ടി ധരിച്ച തിരിച്ചടിയാണ്. മാത്രമല്ല, അവർ തന്നെ അവരുടെ സ്വന്തം CPIയിലെ ആളുകളെ വഞ്ചിച്ചിട്ടുണ്ടോ എന്ന കാര്യം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. അത് അവർ ചെയ്യുന്നൊരു കാര്യമില്ല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കാപട്യത്തിൻ്റെ മുഖാവരണം വലിച്ചു കയറപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. ലീഗിന്റെ വോട്ട് ചോരുന്ന പ്രതീക്ഷിച്ചവർക്ക് ലീഗ് പ്രവർത്തനം നൽകിയ മറുപടിയാണ് വലിയ വിജയം അല്ലേ? വലിയ വിജയം, തീർച്ചയായിട്ടും. വിജയത്തിന്റെ സന്തോഷം അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു. അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.